സുഷിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കമ്പോസിങ്, അത് വെറും 4 മണിക്കൂറിൽ എഴുതിയെടുത്ത പാട്ട്, അതിന് അവാർഡ് ലഭിക്കുന്നു. അതിന് എത്രയോ കാലങ്ങൾ കൊണ്ട് എഴുതിയെടുത്ത പാട്ടുകളാണ് മുന്നേക്കെ ഉള്ളത് വേടന്റെ അനുഭവത്തിലല്ലേ. അപ്പൊ ഈ പാട്ടുണ്ടായ സാഹചര്യം എങ്ങനെയാണ് പെട്ടെന്ന്? കുതന്ത്രം അതൊരു ഞാൻ അങ്ങനത്തെ ഒരു മറ്റേ സമ്മർദ്ദ ഘട്ടത്തിൽ കൂടിയായിരുന്നല്ലോ. അതെ കാരണം അതെ. ചിദംബരം ചേട്ടനുണ്ട്, ഒരു സുഷിൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയ്ക്കകത്ത് ഇരുന്നിട്ടാണ് ചെയ്യണത് അത്. ചിദംബരം ചേട്ടനുണ്ട്, പിന്നെ സുഷിൻ ചേട്ടൻ ലൈക്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ആണ്. ഞാനൊക്കെ അത്ര വർഷിപ്പ് ചെയ്യുന്ന പോലത്തേക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ആദ്യമായിട്ട് പണിയെടുക്കുക, ഒരു ഓപ്പർച്യൂണിറ്റി ത്രില്ലുണ്ടായിരുന്നു. കിട്ടുക. അപ്പോൾ പ്രേതം പോലെയാണ് പണിയെടുക്കണേ. അയ്യോ നല്ലത് എഴുതണം, നല്ലത്, അങ്ങനത്തെ ഒരു കുറേ ബുദ്ധിമുട്ടി അത് എഴുതാൻ. പക്ഷെ ഒരു 3.5-4 മണിക്കൂറിനുള്ളിൽ പാട്ട് ഓൾമോസ്റ്റ് ഫിനിഷായി. അത് കഴിഞ്ഞ് ഒരു വർഷത്തോളം ഒരു ഐഡിയ ഇല്ല പാട്ട് എന്തായിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മറന്നുണ്ടാവും ഇവര്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോയോ. അപ്പൊ ഓക്കെ പാട്ട് ഓണാണ്. അപ്പൊ എനിക്ക് അന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഓക്കെ പാട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പാട്ട് ഇത്ര ഹിറ്റ് ആവുമെന്നും അതിന് ഇങ്ങനൊരു അവാർഡ് വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്ന വരി ഉണ്ടല്ലോ, കുതന്ത്ര മന്ത്ര തന്ത്രം ഒന്നും അറിയില്ലടാ, ആ വരിയാണോ ആദ്യം ഉണ്ടായത്? അല്ല, അതിലാദ്യം ഉണ്ടായ വരി വിയർപ്പ് തുന്നിയിട്ട കുപ്പായവും പെരിയാറിന് അരുമകളല്ലേ എന്ന് പറയണ ആ രണ്ട്, അതിലേതാണ് ആദ്യം ഉണ്ടായതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ലൈക്ക് പാട്ടങ്ങനെ ലൈക്ക് പാട്ട് വന്നു, ആൾക്കാർക്ക് ഇഷ്ടമായി. സുഷിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു വരി എഴുതി കഴിഞ്ഞും മ്യൂസിക്കിനോട് ചേർത്ത് കഴിഞ്ഞപ്പോ? സുഷിൻ ചേട്ടൻ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. കൊള്ളാടാ, പാട്ട് കൊള്ളാം, നല്ലതാണ്. പക്ഷെ ആ ഒരു കൊള്ളാട നമുക്കൊരു വലിയ ഒരു സാധനമുള്ള അത് പറയണത് സുഷിൻ ശ്യാം ഹിംസെൽഫ്. അപ്പൊ അത് ഭയങ്കര, അത് തന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയ മാതിരിയായിരുന്നു. ഞാൻ ഇപ്പോഴും ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. സുഷിൻ ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. സുഷിൻ ചേട്ടൻ, ഗോവിന്ദ് വസന്ത, ജെയ്ക് ചേട്ടൻ്റെ കൂടെയൊക്കെ പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കുഞ്ഞു കാലയളവിൽ എന്നുള്ളത് ഭയങ്കര, ഇതൊന്നും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയിട്ട് നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള ഇങ്ങനത്തെ ലെജൻഡുകളുടെ കൂടെയൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അതില് വേടൻ ഏറ്റവും പ്രിയപ്പെട്ട വരി ഏതാ? ഒന്ന് മൂളാൻ പറ്റുമോ? പെരിയാറിൻ അരുമകളല്ലേ, കാൽ തൊടും മണ്ണല്ല മലിനമല്ലേ, അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുകപടലമല്ലേ. പെരിയാറിൻ അരുമകളല്ലേ, കാൽ തൊടും മണ്ണല്ല മലിനമല്ലേ, അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുകപടലമല്ലേ. ഇനി വരാൻ പോകുന്ന വർക്കുകളെ പറ്റി അറിയണം. അതിനു മുൻപ് വേടന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അറിയണം. ഈ ബാൻഡിൽ തന്നെ, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ തന്നെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ. എനിക്ക് പോപ്പ് പോപ്പ് ആൽബം ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല പോപ്പ്, ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ല പോപ്പ് ആർട്ടിസ്റ്റുകൾ, ഡാപ്സിയൊക്കെ പോപ്പ് ആർട്ടിസ്റ്റാണ്, ഹിപ്പ് ഹോപ്പർ അല്ല, പാട്ടുകാരനാണ്. അവൻ ഇച്ചിരി കൂടി കമ്പോസറാണ്. അപ്പോൾ ഡാപ്സിയുടെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പോപ്പുകൾ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ചെറുതായിട്ട് പാടാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ റാപ്പ് ചെയ്യണതും വേറെ വേറെ ഒരു സാധനമാണല്ലോ. എനിക്ക് ഇച്ചിരി കൂടി പാടാൻ പറ്റുന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോപ്പിൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കൺട്രി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അത് ഈ അടുത്താണ് ഞാൻ കൺട്രി മ്യൂസിക് ഒക്കെ കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ പുതിയ ജോണറുകൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പുതിയ ഭാഷകൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.